ഇതിനെക്കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നവന്മാർക്ക് ഇത് സമർപ്പിക്കുകയാണ് കേട്ടോ. ഒരു വീട്, മൂന്നാമത്തെ വീടിന്റെ ടെറസിന്റെ മുകൾ ഭാഗത്ത് നടത്തിയിരിക്കുന്ന പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമാണ് പ്രേക്ഷകർ ഇത് കാണുന്നത്. സെൽവരാജ് എന്നാണ് ഈ വീട്ടുടമസ്ഥന്റെ പേര്. ഈ നൌഫലിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് കണ്ടിരിക്കുന്ന ഈ ഭാഗം ഇവിടെ വിള്ളൽ പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അയ്യോ ഇതൊരു വലിയ വിള്ളലാണ് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇത് വിള്ളലാണോ? ഇത് യഥാർത്ഥത്തിൽ ഈ വരയിട്ടിരിക്കുന്നത് വിള്ളലല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ വിണ്ട് കീറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം വിണ്ട് കീറിയിട്ടില്ല എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെ ഫോക്കസ് ചെയ്ത ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ രണ്ടു വരകൾ അവിടുത്തെ എഞ്ചിനീയർമാർ ഇട്ടിരിക്കുന്ന വരകളാണ്. ആ വരകളുടെ മധ്യത്തിൽ വെള്ളം കിനിഞ്ഞിറങ്ങിയ ഒരു പാട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങിയ ആ ഭാഗം യഥാർത്ഥത്തിൽ ഈ രണ്ട് പെൻസിലിന്റെയും നടുവിലാണ്. അഥവാ ഈ ഭാഗത്ത് വെള്ളം കിനിഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് മാർക്ക് ചെയ്തു വെക്കുകയായിരുന്നു. ഇനി ചോദ്യം ഇതാണ്, അങ്ങനെ വെള്ളം കിനിഞ്ഞിറങ്ങാൻ പാടുണ്ടോ? കോൺക്രീറ്റ് വീടുകൾക്ക് അത്തരത്തിൽ വെള്ളം കിനിഞ്ഞിറങ്ങുക ചില വീടുകളിൽ സ്വാഭാവികമാണ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? സാധാരണ രീതിയിൽ വലിയ മഴ വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ആ ടെറസിന് മുകളിൽ വെള്ളം കെട്ടി നിർത്തി വെള്ളം കിരിഞ്ഞിറങ്ങുന്നോ എന്ന് പരിശോധിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോണ്ടിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നിലവിൽ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി ആ 24 മുതൽ 36 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തിയപ്പോഴാണ് ഈ ഭാഗത്ത് സെലക്ടീവ് ലീക്കേജ് കാണുന്നത്. ആ ലീക്കേജ് വളരെ കൃത്യമായി തന്നെ എഞ്ചിനീയർമാർ പെൻസിൽ വെച്ച് രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് അവിടെ ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണങ്ങൾ നടത്തിയ ആ വീടിന്റെ പ്രദേശത്ത് വെള്ളം കെട്ടി നിർത്തിയ പോണ്ടിംഗ് ടെസ്റ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നോക്കൂ, എല്ലാ വീടുകളുടെ മുകൾ ഭാഗത്തും ഇതേപോലെ 24 മണിക്കൂറോളം വെള്ളം കെട്ടി നിർത്തി ഈ കോൺക്രീറ്റ് ബലപ്പെടുത്താനും ലീക്കുണ്ടോ എന്ന് പരിശോധിക്കാനും വേണ്ടി കെട്ടി നിർത്തും. ഏതെങ്കിലും മഴയിൽ ചോർന്നൊലിച്ചതല്ല. ടെസ്റ്റിന്റെ ഭാഗമായി, നിർമ്മാണത്തിന്റെ ഭാഗമായി തന്നെ ഇതിൽ വെള്ളം കെട്ടി നിർത്തി അതിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ലീക്കേജ് ഗ്രൗട്ട് ഉപയോഗിച്ച് ഇഞ്ചക്ട് ചെയ്ത് ബലപ്പെടുത്തി അവിടെ കൃത്യമായി പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി അപ്പോക്സി ഉപയോഗിച്ച് ആ വിള്ളൽ അല്ലെങ്കിൽ ആ ചോർച്ചയെ അടച്ചതിന് ശേഷമാണ് അത് പൂർണ്ണമായിട്ടും വീട് നമുക്ക് കൈമാറാൻ കഴിയുകയുള്ളൂ. ഇവിടെയും സംഭവിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തുന്നതിന്റെയും അതിന്റെ ഭാഗമായിട്ട് വെള്ളം ഈ പ്രദേശത്ത് കെട്ടി നിർത്തിയിരിക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.